തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വ്യാജ വായ്പ എടുത്തെന്ന് കർഷകന്റെ ആക്ഷേപം. താനറിയാതെ 14 ലക്ഷം രൂപയുടെ വ്യത്യസ്ത വായ്പകളാണ് എടുത്തതെന്ന് കാണിച്ച് ദൈവമേട് സ്വദേശി ശശി പാപ്പനാണ് നിയമ നടപടിയുമായി രംഗത്തെത്തിയത്. തന്റെ പേരിൽ വ്യാജ വായ്പ എടുത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകന്റെ ആവശ്യം. ബാങ്ക് ഇടപാടുകൾ ഇല്ലാത്ത കർഷകന് വ്യത്യസ്ത വായ്പകളിൽ 14 ലക്ഷത്തോളം രൂപ കുടിശ്ശികയെന്ന് ബാങ്ക് തുകയടയ്ക്കാത്ത പക്ഷം ജപ്തി ചെയ്യുമെന്ന് ഉടുമ്പൻചോല സഹകരണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നോട്ടീസും ലഭിച്ചു. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കാണ് ദൈവമേട് ഊരോത്തുപടവിൽ ശശി പാപ്പനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 2017 നവംബർ 29 തോപ്രാംകുടി K432 നമ്പർ സഹകരണ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ ശശി പാപ്പൻ വായ്പയെടുത്തുവെന്നും ഇതിൽ 4,896 രൂപ പലിശയും ചേർത്ത് 9,70,9096 രൂപ അടയ്ക്കണമെന്നും ഇതേ ദിവസം തന്നെ തോപ്രാംകുടി ബാങ്കിന്റെ കനകക്കുന്ന് ബ്രാഞ്ചിൽ നിന്നും ഇതേ ശശിപാപ്പൻ 2,42,365 രൂപ ലോൺ എടുത്തുവെന്നും ഇതിൽ പലിശ ഇനത്തിൽ 1,70,70,700 രൂപയും ചേർത്ത് 4,14,065 രൂപ അടയ്ക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. 2023 ഒക്ടോബർ 20 ശശിക്ക് 2 വായ്പകളുടെയും നോട്ടീസ് ലഭിക്കുന്നത്. ഉടൻ തന്നെ ബാങ്കിലെത്തി അന്വേഷിച്ചപ്പോൾ വ്യക്തമായ മറുപടി നൽകാൻ ബാങ്കിന് കഴിഞ്ഞില്ല എന്നും തന്റെ തുടർച്ചയായുള്ള അന്വേഷണത്തെ തുടർന്ന് ബാങ്ക് ജീവനക്കാരെ തങ്ങൾ തന്നെ ലോൺ അടച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് ശശിയെ മടക്കി അയച്ചു എന്നും ശശി പറയുന്നു. 35 വർഷത്തോളമായി ആ ബാങ്കിൻ്റെ എല്ലാ ഏർപ്പാടുകളും തീർത്തിട്ട് എനിക്ക് 2 ബാങ്ക് തോപ്രാംകുടി ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപയും അതിൻ്റെ പലിശ 4 ലക്ഷം രൂപയും ഉൾപ്പെടെ 9 ലക്ഷം രൂപയും അതേ ഡേറ്റിൽ തന്നെ കനകക്കുന്ന് ബാങ്കിൽ നിന്ന് 2,45,000 രൂപയും 2 ലക്ഷത്തിനടുത്ത് പലിശയും ഉൾപ്പെട്ടുകൊണ്ട് ഈ 2 ബാങ്കിലെയും കൂടെ 14.5 ലക്ഷം രൂപ എൻ്റെ മേൽ കെട്ടി ചോദിച്ചിരിക്കുകയാണ് ഇവർ. ഇത് നടത്തിയ ആരാണെങ്കിലും കണ്ടുപിടിച്ച് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല, ഇത് സംബന്ധിച്ച് ബാങ്കിൻ്റെ മുന്നിൽ സമരപരിപാടികളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് ശശി നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. 40 വർഷമായി തനിക്ക് ബാങ്കിൽ യാതൊരു ഇടപാടുമില്ല എന്നും തന്റെ രേഖകൾ ഒന്നും ബാങ്കിൽ നൽകിയിട്ടില്ല എന്നും ശശി പറയുന്നു. തന്റെ പേരിൽ വ്യാജ വായ്പയെടുത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കർഷകന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.